താങ്കൾ ഇതിൽ മുമ്പ് നമ്മൾ വളരെ മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് 2-3 മാസം മുമ്പ് ഈ ചർച്ച നടത്തിയപ്പോൾ പത്മകുമാറിന്റെ ദൈവതുല്യൻ എന്ന പരാമർശം തന്ത്രിയെക്കുറിച്ചാണ് എന്ന് താങ്കൾ വരികൾക്കിടയിലൂടെ സൂചിപ്പിച്ചിരുന്നു. അത് എന്തായാലും ഇന്ന് ശരിയായിരിക്കുകയാണ്. പക്ഷേ തന്ത്രി ഇതിന് മൗനാനുവാദം നൽകി തടഞ്ഞില്ല എന്നതിനപ്പുറത്തുള്ള ഒരു ആരോപണം ഇതുവരെ, അതായത് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അന്വേഷണ സംഘത്തിൽ ഇല്ല, അതിനപ്പുറത്ത് നേട്ടമുണ്ടാക്കിയെന്നോ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്, അതിനപ്പുറത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണമോ സോഫാർ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവിടെ ഉണ്ട്. അല്ല, ഇതില് അഭിലാഷ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ചു പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നവംബറിലെ ഒരു ചർച്ചയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഈ ദൈവതുല്യം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരോ ഭരണാധികാരികളോ അല്ല, അത് പിന്നെ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ചർച്ചയിൽ പറഞ്ഞത്, ഞാൻ വ്യക്തമായി ഓർക്കുന്നു. വെറുതെ പറഞ്ഞതുമല്ല, ബോധ്യപ്പെട്ട് പറഞ്ഞതാണ്. ഇപ്പോഴും ആ ബോധ്യം ഒന്നുകൂടെ ഉറച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇത് ഒക്ടോബർ 10-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് SITയുടെ ഉത്തരവിടുമ്പോൾ ആ ഉത്തരവിൽ പറഞ്ഞ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ശബരിമലയിൽ സംഭവിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നു. അതാണ് SIT അന്വേഷിക്കേണ്ടത് എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. പിന്നെ എന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആണെന്ന് ആവർത്തിച്ച് രാഹുൽ ഈശ്വർ പറയുന്നത്? ഉദ്ദേശവും ഉന്നവും വ്യക്തമാണല്ലോ, അതിലേക്ക് പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കവനന്റ് പ്രകാരം 49-ലെ കവനന്റ് പ്രകാരങ്ങൾ ഇതെല്ലാം നടക്കുന്നത്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവും പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് വന്ന VP മേനോനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി, അതിനെ തുടർന്നാണ് പിന്നെ 50-ൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്, ദേവസ്വം ബോർഡ് മാനുവൽ ഉണ്ടാകുന്നത്. അതിൽ പറയുന്നുണ്ട് വ്യക്തമായി കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവർക്ക് ഉള്ള 2 ഉത്തരവാദിത്വം. റിച്വസ്റ്റിക് ആയ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് ചീഫ് പ്രീസ്റ്റ്, തന്ത്രി, അതിന്റെ കീഴിലുള്ള മേൽശാന്തിയാ സംവിധാനം. ഡേ ടു ഡേ അഫയേഴ്സ് മുഴുവൻ നോക്കേണ്ടത് ദേവസ്വം ബോർഡ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ ആൻഡ് ഓർഡർ അത് ദേവസ്വം വകുപ്പ് എന്ന് പറയാൻ മന്ത്രിസഭയിൽ. അപ്പൊ മന്ത്രിസഭയില് പിന്നെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണവും ക്രമസമാധാന പാലനവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലും ഒരു ദേവസ്വം മന്ത്രി 4 പേരും ഒപ്പിടാത്തത്. അതിന് അധികാരമില്ല മന്ത്രിക്ക്, അതുകൊണ്ടാണ്. അതൊരു കാര്യം. പിന്നെ ഇവിടുത്തെ പ്രശ്നം കാതലായ പ്രശ്നമൊന്നുമല്ലോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് വരുമ്പോൾ ഈ പിന്നെ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു വരുന്ന സ്വർണം പിന്നെ നമ്മളെ ശില്പിക്കറിയാം നീക്കം ചെയ്യുന്ന രീതി. മെർക്കുറി മെറ്റേഡ് ആയിരുന്നു, അത് മാറ്റിയിട്ട് അത് മെർക്കുറി ഉപയോഗിച്ച് തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കാം, സ്വർണം പൂശുകാക്കാം. അപ്പൊ സ്വർണം പൊതിഞ്ഞ വസ്തുവിൽ നിന്ന് സ്വർണം നീക്കി മാറ്റിയാൽ അതിന്റെ 10-ലൊന്ന് സാധനം മതി സ്വർണം പൂശാനായി. ഇതാണ് ഇവിടെ തന്ത്രം. ആ തന്ത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന് വരാൻ പോകുന്നു, കൂടുതൽ ഗൗരവമായി വരാൻ പോകുന്നു. ഞാൻ ഇന്ന് സൂചന പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയാണ് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സിനെ എങ്ങനെയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി മാറ്റിയത് എന്നുള്ളതാണ് കാതലായ ഇഷ്യൂ നിൽക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വരുന്നത് ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആചാരപരമായ മുഴുവൻ കാര്യങ്ങളുടെയും പരമമായ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന ചീഫ് പ്രീസ്റ്റിലാണ്, തന്ത്രിയിലാണ്. ആ തന്ത്രി അറിയാതെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് സംവിധാനത്തിന് പുറത്തേക്ക് പോയത്? ഒന്നാമത്തെ ചോദ്യം അതാണ്, പരമപ്രധാനമായ ചോദ്യവും അതാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലാണ്, ശബരിമല പരിസരത്തിൽ പോലും പറ്റില്ല. പണി അവിടെ വെച്ച് തന്നെ ചെയ്യണം, സന്നിധാനത്തിന്റെ അതിനകത്ത് തന്നെ ചെയ്യണം. അവിടെ എങ്ങനെ പോയി പുറത്തേക്ക്? അവിടെയാണ് അനുമതിയുടെ പ്രശ്നം വരുന്നത്. ആ അനുമതി ആരാണ് കൊടുത്തത്? അത് തന്ത്രിയാണ് കൊടുത്തത്. ഒരു പ്രാവശ്യമാണോ? 1-ലേറെ പ്രാവശ്യം അനുമതി കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ. ഏറ്റവും ഒടുവിലത്തെ തെളിവ് 2023 ജൂൺ 30-ന് മറ്റേ കണ്ടർ മഹേഷ് മോഹനന്റെ ഒരു കത്തുണ്ട്, ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്, അനുമതി കൊടുത്തോണ്ട്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് അന്ന് നടന്നില്ല. അപ്പോഴാണ് ഈ ചെമ്പ് കത്തഴിഞ്ഞ് കത്തുള്ളൂ. അത് കഴിഞ്ഞ് അപ്പൊ ആ ടേൺ അവരുടെ ആയിരുന്നു. ആരുടെ? മഹേഷ് മോഹനരുടെ. അടുത്ത ടേൺ വരുന്ന ആരാണ്? അടുത്ത വർഷം 24-ാം വർഷം എന്ന് പറയുന്നത് ടേൺ മറ്റവരാണ്. ആര്? രാജീവരുടെ. രാജീവര് വരുന്നില്ല, പകരം ബ്രഹ്മദത്തനാണ് വരുന്നത്. കണ്ടവരുടെ ബ്രഹ്മദത്തൻ, രാജീവര്. അപ്പം ആ ടേൺ അവിടെ അദ്ദേഹത്തിനാണ്. അവിടെ സംഗതി മാറുന്നുണ്ട്.
ആ മാറുന്ന എങ്ങനെയൊക്കെയാണെന്നുള്ള SIT കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ഞാനതിലേക്ക് ഈ ചർച്ചയിലേക്ക് സമയമില്ലാത്തതിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ പ്രശ്നം ഇതാണ്, സ്വർണം പൊതിഞ്ഞതിൽ നിന്ന് മെർക്കുറി ഈ പ്രോസസ് വഴി അത് നീക്കം ചെയ്തിട്ട് സ്വർണം പൂശുകയാണ് ചെയ്യുന്നത്. ഗോൾഡ് പ്ലേറ്റിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതിന് ഒരുപാട് അങ്ങനെ ചെയ്യുക വഴി ആ സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീ